അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് പെപ്പർ ചിക്കനാണ്. ഓക്കെ, അപ്പോൾ ഈ പെപ്പർ ചിക്കൻ ഒരു പ്രത്യേക തരം ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഞാനതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞപ്പൊടി ഇട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നു. പിന്നെ ഒരു 3 സ്പൂൺ കുരുമുളക് പൊടി. പെപ്പർ ചിക്കൻ ആകുമ്പോൾ കുരുമുളക് പൊടി അറിയാമല്ലോ. ഓക്കെ, കുരുമുളകിൻ്റെ രുചി തന്നെയാണ് മുന്നോട്ട് നിൽക്കുന്നത്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫുൾ നാരങ്ങ, കേട്ടോ, ഒരു ഫുൾ നാരങ്ങയാണ് നമ്മൾ ഇതിൽ ചെയ്ത് കൊടുക്കുന്നത്. നാരങ്ങ നീരത്തോളം. പിന്നെ നമ്മളതിന് ശേഷം ഫുൾ രണ്ടാമത്തെ നാരങ്ങ നമ്മളതിന് സ്ക്യൂസ് ചെയ്തെടുക്കും. അതിനുശേഷം നമ്മളത് മിക്സ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും വൃത്തിയായിട്ട് ഈ നാരങ്ങയുടെ നീരും ഉപ്പും കുരുമുളക് പൊടിയൊക്കെ എല്ലാം അതിലേക്ക് പിടിക്കാൻ വേണ്ടി നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണേ നല്ലത്. സ്പൂൺ കൊണ്ടൊക്കെ ചെയ്ത് എനിക്ക് തോന്നുന്നില്ല അത്രയും വൃത്തിയായിട്ടത് എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ചിക്കൻ എന്ന് പറയുന്നത് കഴുകി മഞ്ഞപ്പൊടി ഇട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കനാണ്. അതാണ് നിങ്ങൾ ആദ്യം കാണുമ്പോൾ വീഡിയോയിൽ തന്നെ ഒരു മഞ്ഞ കളർ ഫീൽ ചെയ്തത്. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് നമ്മളിത് കഴുകുന്നത്. മഞ്ഞപ്പൊടിയുടെ ഗുണങ്ങൾ അറിയാലോ. അപ്പോൾ ഒരുപാട് എന്താ പറയുക, കേട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് മഞ്ഞപ്പൊടി. പിന്നെ അപ്പോൾ അത് ഏകദേശം സെറ്റായി കഴിഞ്ഞു. ഇനി നമ്മളിത് ഫ്രിഡ്ജിലേക്ക് അടച്ചിട്ട് മാറ്റി വയ്ക്കും. അപ്പോൾ ആ മാറ്റി വെച്ച ചിക്കനാണ് നമ്മളതിന് ഉപയോഗിക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇപ്പോൾ ഗ്യാസ് കത്തിക്കുന്നു. അതിനുശേഷം ഒരു പാൻ നമ്മൾ വെച്ച് പാൻ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിക്കുന്നു. ഏത് ഓയിൽ വേണമെങ്കിലും ആവാം. ഓയിൽ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 2 സവാള, വലിയ സവാള നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് അറിയാമല്ലോ, നോർമലി എല്ലാവരും പറയുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ഗോൾഡൻ ഫ്രൈ ആവുന്നവരെ, ജസ്റ്റ് ഭയങ്കര ഗോൾഡൻ ഒന്നും ആവണ്ട, ഒന്ന് മൂക്കുക. അത്രയും ഞാൻ ഗോൾഡൻ ഫ്രൈ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അതാവുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നു. തീയെ വളരെ കുറച്ച് വയ്ക്കുന്ന, ലോ ഫ്ലെയിമിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളതിന് ശേഷം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. ഈ സവാളയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കും. ഒരൊറ്റ സ്പൂണ് മതി, കാരണം ഓൾറെഡി നമ്മൾ ചിക്കനൊക്കെ മഞ്ഞൾപ്പൊടിയിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചതാണ്. അതുകൊണ്ട് ഒരുപാട് മഞ്ഞൾപ്പൊടി ആവരുത്, ഒരൊറ്റ സ്പൂണ് മതി ഇതിലേക്ക്. അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്ത് ഒരുപാട് കയറി നിൽക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. വളരെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ പച്ചമുളക്, കീറി വെച്ച പച്ചമുളക് ഒരു 3-4 എണ്ണം നമ്മൾ ഇട്ട് കൊടുക്കും. അതിനുശേഷം നമ്മളത് ഒന്നുകൂടി മൂക്കുന്ന വരെ നമ്മൾ ഇളക്കി വൃത്തിയാക്കിയതിന് ശേഷം, അത് മൊരിയാൻ പാടില്ല കേട്ടോ, ഒന്നിങ്ങനെ മൂക്കാനേ പാടുള്ളൂ. അതിനുശേഷം നമ്മുടെ തക്കാളി, ഒരു 2 തക്കാളി നമ്മൾ നീളത്തിലരിഞ്ഞ തക്കാളി കാണുന്ന പോലെ അരിഞ്ഞ് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതും നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അതിനുശേഷം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കനിൽ മാറിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുത്തു. പക്ഷേ ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മളിതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളത് ഇളക്കി കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ
നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ച ഒരു 20 മിനിറ്റോളമായി ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അപ്പോൾ ആ ചിക്കൻ്റെ പീസുകൾ നമ്മൾ കുരുമുളകൊക്കെ നന്നായി പിടിച്ചു. നിങ്ങൾ ചിക്കൻ കാണുമ്പോൾ കാണാൻ പറ്റും, ചിക്കൻ്റെ കളർ തന്നെ മാറിയിട്ടുണ്ടാവും. ആദ്യം ഒരു മഞ്ഞ കളറായിരുന്നു, ഇപ്പോൾ അതൊക്കെ മാറി ഫ്രിഡ്ജിലൊരു 20 മിനിറ്റോളം വെച്ചിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. ആ പീസുകളെല്ലാം നമ്മൾ നന്നായിട്ട് മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇളക്കി നമ്മൾ ഈ ചേരുവകളൊക്കെ പാടെ നമ്മൾ ഇളക്കി അതിനൊരു പരുവാക്കും. പരുവെന്ന് പറഞ്ഞ് സെറ്റാക്കി എടുക്കും. നിങ്ങൾ എൻ്റെ ചാനൽ മലയാളീസ് വ്ലോഗ് എന്നാണ് ചാനലിൻ്റെ പേര്. ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താലും, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിന് താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിന് മുകളിലുള്ള ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലും നിങ്ങളുടെ കമ്പ്യൂട്ടറിലും വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ചിക്കൻ നന്നായി അതിനുശേഷം നമ്മൾ ഒരു 1/2 കപ്പ് ചെറിയ ചൂടുവെള്ളം, നമ്മൾ ഒരിക്കലും പച്ചവെള്ളം പാരരുത്. എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾ വേവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിലേക്ക് ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്. നമ്മൾ ഒഴിച്ചിരിക്കുന്നത് ചെറു ചൂടുവെള്ളമാണ്. ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുന്നു. കാരണം കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് ഗ്രേവി പോലെ ആവാം. പിന്നെ അതിൻ്റെ ഒരു വേവും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു 1/2 കപ്പ് ചൂടുവെള്ളം നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കി അതിൻ്റെ വേവ് ഒന്ന് കറക്റ്റാവും. ഒരുപാട് വേവില്ല, ഇപ്പോഴത്തെ ബ്രോയിലർ ചിക്കനൊന്നും ഒരുപാട് വേവിൻ്റെ ആവശ്യം വരുന്നില്ല. എന്നിരുന്നാലും നമ്മൾ അത്യാവശ്യം വേവ് വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് നമ്മളത് വേവിക്കുന്നു. പിന്നെ അതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. കാരണം പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് ഒന്നിച്ച് നിൽക്കുന്ന മസാല എന്ന് പറയുന്നത് കുരുമുളക് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ അതിൻ്റെ താരതമ്യേന അത് കുറയാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1 സ്പൂൺ കുരുമുളക് പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതൊന്ന് ചെറു തീയിൽ വെച്ച് നമ്മൾ നന്നായി വേവിച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പം നന്നായി വെന്തപ്പോൾ നല്ല രീതിയിൽ അത് വറ്റിയിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് ബട്ടറാണ്. ബട്ടർ ചിക്കൻ അല്ല ഇത്, പക്ഷേ എന്നാലും ഈ ബട്ടർ കൂടി ചേർത്തുമ്പോൾ ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. കുറച്ചൊരു വെറൈറ്റി ആയിട്ട് ചെയ്തതാണ്. ബട്ടർ ചിക്കൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ പെപ്പർ ചിക്കൻ തന്നെയാണ്. അതിലേക്ക് കുറച്ച് ബട്ടറും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നു. വളരെ കുറച്ചാണ്, പക്ഷേ അതൊരു പ്രത്യേക ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടും എന്ന് ഞാൻ ഉറപ്പായിട്ടും പറയാം. ഭയങ്കര ഒരു തിക്ക് ഗ്രേവി ആയിട്ടുള്ളൊരു കറിയാണ് നമുക്ക് ഇത് കിട്ടാൻ പോകുന്നത്. പിന്നെ നമ്മുടെ നാടൻ നല്ല കറിവേപ്പില നമ്മളതിലേക്ക് ഇങ്ങനെ കുറച്ച് ഒരു തണ്ടൊക്കെ മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും. അതിനുശേഷം നമ്മൾ ആ കറിവേപ്പില ഇട്ട് ഒന്ന് നമ്മൾ ഇളക്കി, ഒരുപാട് ഇട്ട് ഭയങ്കരമായിട്ട് ഇളക്കരുത്, കാരണം പൊടിഞ്ഞു പോകും ചിക്കൻ, അറിയാലോ. അപ്പം അതൊക്കെ നമുക്കൊരു നാക്കിൽ ഇളക്കാനേ പാടുള്ളൂ, കാരണം ഗ്രേവി ഇല്ലാത്തതാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ വിഭവം തയ്യാറായി കഴിഞ്ഞു. കണ്ടല്ലോ, നല്ല തിക്കായിട്ട് നല്ല ഗ്രേവി ആയിട്ട് നല്ല അടിപൊളിയാണ്. ഇത് ബ്രെഡിനും അപ്പത്തിൻ്റെ ഒപ്പം പത്തിരിയുടെ ഒപ്പം ഒക്കെ പറ്റുന്ന ഒരു നല്ല വിഭവമാണ്. ഓക്കെ, അപ്പം നമ്മളതൊരു സർവിങ് ബോളിലേക്ക് മാറ്റാൻ പോവാണ്. നമുക്കത് മാറ്റാം. ഈ കാണുന്നതാണ് നമ്മുടെ പെപ്പർ ചിക്കൻ. വളരെ ഒരു പ്രത്യേക ശൈലിയിലുള്ള പെപ്പർ ചിക്കനാണ്. ഞാൻ പറഞ്ഞില്ല, സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ
നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം കേട്ടോ, കണ്ടിട്ടല്ല ശരിക്കും നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്, നിങ്ങളത് ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അറിയാം. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയുന്നത്, ഓരോരോ ആൾക്കാർ ഓരോരോ രുചി ഓരോരോ ഇഷ്ടത്തിലാണ്. ഇപ്പോൾ ചില ആൾക്കാർ എരിവായിരിക്കില്ല, അതുപോലെ വ്യത്യാസങ്ങളുണ്ടാവും. എന്നിരുന്നാലും കോമൺ ആയിട്ട് ഒരു അത്യാവശ്യം തരത്തിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യുക. ഒരുപാട് മസാലകളൊന്നും ഇല്ലാത്തൊരു ഫുഡാണ്. പെപ്പർ നമുക്ക് വളരെ ശരീരത്തിന് വളരെ നല്ലതുമാണ്. ഓക്കെ, അപ്പോൾ ഈ വിഭവം ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.